പുണ്യ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ഷഹീദിൻ. ഒരു ഷഹീദിന്റെ കൂലി ആ പ്ലാഗ് പിടിച്ച സ്ഥലത്ത് നിന്ന ആൾക്കുണ്ടാകും. ആ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുന്നവർ, മരിച്ചവർക്കെന്ന് മാത്രമല്ല, അവിടെ ക്ഷമിച്ചു നിന്ന മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ കൂലി ഉണ്ടാവും. മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി എന്തായാലും ഉണ്ട്, ശുഹദാഇന്റെ കൂലിയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അത്വാഊനു ഷഹാദത്തുൽ ലികുല്ലി മുസ്ലിമിൻ. പ്ലാഗ് രോഗം എല്ലാ മുസ്ലിമിനും രക്തസാക്ഷിത്വമാണ്, രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ് ഒരു പ്ലാഗിൽ ഒരാൾ മരിക്കുമ്പോഴെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അസുഖങ്ങൾ വരുന്നത് സ്വാലിഹീങ്ങൾക്ക് അസുഖം വരില്ല അങ്ങനെ വിചാരിക്കരുത്. 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ കടം തീരും, 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ ജോലി ശരിയാവും, 5 വക്ത് നിസ്കരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വലിയ ടെൻഷൻ അവരായിരിക്കും വരിക. ഇത് ടെൻഷൻ വരാതിരിക്കാനല്ല സ്വാലിഹീങ്ങളാവുന്നത്, ടെൻഷൻ അടിക്കാതിരിക്കാനല്ല, നമ്മുടെ സാമ്പത്തിക വിഷമങ്ങൾ തീരാനല്ല എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനനുസരിക്കുന്നത്. അള്ളാഹുവിനനുസരിക്കുന്നത് റബ്ബിനോട് നമ്മൾ ചെയ്യുന്ന ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നമ്മിൽ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൽ ഷെയ്ക്കാവൂല, വൈവറിങ് വരൂല, പേടിക്കൂല, കുലുങ്ങാതെ നിൽക്കാൻ പറ്റും. അല്ലാത്തവർ പടക്കും, പേടിച്ചു പോകും. പെട്ടെന്നുള്ള മരണം സ്വാലിഹീങ്ങൾക്ക് വന്നിട്ടുണ്ട്. നബിമാരിൽ അറ്റാക്ക് സംഭവിച്ച നബിമാരെ പറഞ്ഞു തരട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിയാണ്. നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, 2 രാജാക്കന്മാരാണ്. ഫലസ്തീൻ ആസ്ഥാനമായി ഭരണം നടത്തിയ 2 നബിമാർ, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അവിടുന്ന് ജെറുസലേമിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്ത് ഹിബ്രോണിൽ. ഈ 3 നബിമാർ മൗത്തുൽ ഫുജ്അ, പെട്ടെന്ന് മരണപ്പെട്ട നബിമാരാ. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഖൈറാണത്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിലാണ് ഈ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചത്. എന്നിട്ട് പറഞ്ഞു, മാത ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫുജ്അ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്നുള്ള മരണമാണ് അവർക്ക് സംഭവിച്ചത്. പക്ഷേ 200 കൊല്ലം ജീവിച്ചിട്ടാ, 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ കിടന്നിട്ടില്ല, അസുഖമായിട്ട് കിടന്നിട്ടില്ല. അങ്ങനെ പറയില്ലേ, വല്യമ്മക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് എണീറ്റ് നടക്കും, വല്യമ്മ എന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും, വല്യമ്മ തെങ്ങിന് വെള്ളം നനച്ചു കൊടുക്കും, പെട്ടെന്ന് അങ്ങ് മരിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് ഖൈറായ മരണമാണ്, കിടപ്പായി കിടക്കല്ലല്ലോ. വമാത ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അതൻ, ദാവൂദ് നബി അലൈഹിസ്സലാം പെട്ടെന്നാണ് മരണപ്പെട്ടത്. വമാത സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം ഫുജ്അ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം ജിന്നുകൾക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ലെന്നാണ്. വസ്സാലിഹൂൻ, സ്വാലിഹീങ്ങളിൽ എത്രയോ ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. വഹുവ തഖ്ഫീഫുൻ അലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് പെട്ടെന്നുള്ള മരണം ആശ്വാസമാണ്. വതശ്ദീദുൻ അലൽ കാഫിർ, അവിശ്വാസിയായ മനുഷ്യന് ആ മരണം പ്രയാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്. മൗത്തുൽ ഫജ്അതി റാഹത്തുൽ ലിൽ മുഅ്മിൻ, പെട്ടെന്നുള്ള മരണം മുഅ്മിനായ മനുഷ്യന് റാഹത്താണ്. വഅഖദതു അസഫിൽ ലിൽ ഫാജിർ, തിന്മ ചെയ്ത് നടക്കുന്നവർ, കള്ളുകുടിയന്മാർ, വ്യഭിചരിക്കുന്നവരെ, തോന്നിവാസം ചെയ്യുന്നവരെ, തിന്മ ചെയ്ത് നടക്കുന്നവരെ, വഞ്ചന, നുണ പറഞ്ഞ് നടക്കുന്നവരെ, അത്തരം ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം വരുന്നത് അഖദതു അസഫിൻ, സങ്കടത്തിന് കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾ, സ്വാലിഹീങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും, ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എത്ര പെട്ടെന്നാണ് മരിച്ചു പോകുന്നത്. എത്രയോ നന്മ ചെയ്യുന്ന ആളുകൾ, കുറേ കാലം ജീവിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ പോകുന്നു പെട്ടെന്ന്. എണീറ്റ് നോക്കുമ്പോൾ ആൾ ഇന്നലെ മരിച്ചു എന്ന് പറയാം, സംഭവിക്കുന്നില്ലേ? ഇപ്പം നമ്മൾ പറയും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ അള്ളാഹ് വേഗം കൊണ്ടുപോവാണ് എന്ന് പറയും, അല്ലേ? മൗത്തുൽ ഫജ്അതി, പെട്ടെന്നുള്ള മരണം റാഹത്തുൽ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് സമാധാനമാണത്. എന്തേ? ഒന്ന് ആശുപത്രി കൊണ്ടേ കടത്തി, ഈ വെന്റിലേറ്ററിലും കൊണ്ട് കുറേ പൈസ, എത്രയോ സാമ്പത്തിക നഷ്ടം, ഒരുപാട്. ആരപ്പോൾ നോക്കാൻ ആൾ കിട്ടുന്നുണ്ട്? ആരാണ് ഇപ്പോൾ ശുശ്രൂഷിക്കാനുള്ളത്? കൂട്ടത്തിലൊന്ന് ദ്വായർന്നു പോവുകയാണ്. എത്രയോ ബെഡിൽ കിടക്കുന്ന രോഗികളുണ്ട്, വർഷങ്ങളായി കിടക്കുന്നവർ. ഒരു സഹോദരി ഇവിടെ ആദിഞ്ഞാലിൽ, ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, 4 മക്കളുടെ ഉമ്മയായൊരു പെൺകുട്ടിയെ ആ വീട്ടിൽ സന്ദർശിച്ചു. അള്ളാഹു ആ സഹോദരിക്ക് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ.
പൈശാചിക ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകട്ടെ. അള്ളാഹു ആ സഹോദരിക്കും അതുപോലെ രോഗശൈലിയിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ. നിങ്ങളുടെ സുഹൃത്തുണ്ട് റിയാസ്, കണ്ണൂർ, ചെറുപ്പക്കാരനാണ്, നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ, വീൽ ചെയറിലാണ്. അപ്പോൾ അതിനെടുക്കുന്നത് വീണ്ടും വലിയ വേദനയിലാണ്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. പ്രായമായ ഉമ്മമാർ, ഉപ്പമാർ, അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിട്ട് വാതിന് വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. ചിലപ്പോൾ ഉമ്മയെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, ഉപ്പാക്ക് മരുന്ന് കൊടുക്കുക, ഉപ്പയെ എഴുന്നേൽപ്പിച്ചിരുത്തണം, ഉപ്പയെ കുളിപ്പിക്കണം, ഉമ്മയെ കുളിപ്പിക്കണം. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച എത്രയോ ആളുകൾ. അനിയത്തി ഓട്ടിസം ബാധിച്ച മോളാണ്, അനിയത്തിയെ നോക്കണം, അനുജനെ നോക്കണം, പിഞ്ചു പൈതങ്ങളെ നോക്കണം, അസുഖമുള്ള മക്കളെ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട് മുഅ്മിനെ. ആ വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്. ആ രോഗികളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്ന ആളുകൾ, നഴ്സിംഗ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പൈസ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അവർക്കൊക്കെ അല്ലാഹുവേ നീ വലിയ പ്രതിഫലം കൊടുക്കും, ഉറപ്പാണ്. നീ കൊടുക്കണേ പടച്ചവനെ. ദുന്യാവിൽ തന്നെ അതിൻ്റെ അനുഗ്രഹം നീ കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ആ രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു പരീക്ഷണമാണ്. മുഅ്മിനായ ആളാണോ നമ്മൾ നോക്കേണ്ടത്? ഒരു കാര്യം പറയാണ്, ചിലപ്പോൾ പല സംശയങ്ങൾ നാട്ടിൽ വരും. ഒരു മനുഷ്യൻ ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് വിചാരിക്കുക, തല തെറിച്ചു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവില്ലേ? എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, ബസ്സിൽ ഉറങ്ങിയതാ, സൈഡിൽ നിന്ന് ഉറങ്ങിയപ്പോൾ അങ്ങനെ പുറത്തേക്കായി ഒരു ബസ് സൈഡ് തലങ്ങ് പോയി. എന്ത് ചെയ്യും? തലങ്ങ് ഊരിപ്പോയി സൈഡ് കൊടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡ് അങ്ങനെയല്ലേ. അപ്പം അങ്ങനത്തെ അപകടങ്ങളൊക്കെ കേൾക്കുമ്പോഴേ, ഇപ്പം അടുത്തല്ല, കുറേ മുമ്പുണ്ടായ സംഭവമാണ്. ഞാൻ ഉമ്മയും ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട ദിവസം ആ ഒരു കഥ ഇങ്ങനെ ഉമ്മ പറയായിരുന്നു, എന്താണ് ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ അറിയുന്നൊരു കുടുംബമാണത്. ഏതായിരുന്നാലും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മൾ പറയും, നോക്കണേ വല്ലാത്ത അദാബാട്ടോ വന്നത്, കാര്യമായ എന്തോ കുഴപ്പമാൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല പറയേണ്ടത്. ഒരാൾ കിണറ്റ് ചാടി വീണെന്ന് വിചാരിക്കുക, നമ്മളെന്താ പറയുക? അവന് കാര്യമായ അദാബ് അല്ലാഹു കൊടുത്തത് തന്നെയാണ്, ഉറപ്പാണത്. നമ്മളാരാ അതൊക്കെ പറയാൻ? ഒരു മനുഷ്യൻ ട്രെയിൻ തട്ടി മരിച്ചു എന്ന് വിചാരിക്കുക, ചതഞ്ഞറിഞ്ഞു പോകില്ലേ? ബസ് തട്ടി മരിച്ചു, ബൈക്കിടിച്ചു, ബാക്കിൽ KSRTC വന്ന് കയറി ഇറങ്ങി പോകുന്നു, കാണുന്നില്ലേ? എത്രയോ നല്ല മനുഷ്യന്മാർ ബൈക്കിലിങ്ങനെ പോവുക, തേങ്ങ വീഴുന്നു തലയിലേക്ക്, ആദ കിടക്കുന്ന റോഡിൽ. അപ്പോഴേക്ക് അടുത്ത വണ്ടി വന്ന് കയറിപ്പോകുന്നു. വാരിയെടുക്കേണ്ടി വരും ചിലപ്പോൾ. വലിയ വലിയ ആക്സിഡൻറ്റ്, ട്രെയിൻ അപകടം കണ്ടില്ലേ നോർത്ത് ഇന്ത്യയിലെ? മനുഷ്യന്മാരെങ്ങനെ ചാക്കേറിയണ പോലെ എറിഞ്ഞത്. സുബ്ഹാന റബ്ബി. മനുഷ്യന്റെ മുഖം കാണാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞു പോകും ചിലപ്പോൾ. ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് നടക്കുന്നില്ലേ? ഫ്ലൈറ്റുകൾ നേരെ പോയി വീഴുന്നില്ലേ? അപകടങ്ങൾ വളരെ കുറവാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വാഹനം ഫ്ലൈറ്റാണെന്നാണ് പറയൽ. ലോകത്ത് അപകടം നടക്കാത്ത സാധനം ഫ്ലൈറ്റ് യാത്ര എന്നാണ് പറയാം. വളരെ കുറവ്. ലക്ഷക്കണക്കിന് ഫ്ലൈറ്റ് പൊങ്ങിയിറങ്ങണില്ലേ ഓരോ ദിവസവും ലോകത്ത് ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ പൊങ്ങിയിറങ്ങുന്നുണ്ട്. അപകടം നടക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒന്നല്ലേ. പക്ഷേ ചില അപകടങ്ങളെ കണ്ടാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം മാറിയിട്ടുണ്ടാവും, കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം നമ്മളെ വക ഡയലോഗ് വരും, അത് കിട്ടേണ്ടത് തന്നെ, ഞാൻ അന്നേ പ്രതീക്ഷിച്ചത്, അപ്പോൾ ഇങ്ങനെ മരിക്കുള്ളൂ. ഒരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? ആ മരിച്ച ആള് സ്വാലിഹായ മനുഷ്യനാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് സ്വാലിഹായ ആളാണോ, ആ മരണം അയാൾക്ക് ഖൈറാണ്. സ്വാലിഹല്ലേ, അത് ശിക്ഷയാണ്. ഇങ്ങനെയാണ് നമ്മൾ വിധി കൽപ്പിക്കുക. നല്ലൊരു സ്വാലിഹായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാണാണോ ഒരു പെണ്ണാണോ, അവർ ഇനി എങ്ങനെ മരിച്ചാലും ആ മരണം അവർക്ക് ഖൈറാണ്. ചിലപ്പോൾ ബാത്റൂമിലായിരിക്കും വീണ് മരിക്കുക. അപ്പോൾ ചിലർ പറയും, ബാത്റൂമിലാണോല്ലോ മരിച്ചത്, എന്താ അപ്പോൾ ചെയ്യുക? മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? നാളെ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, മരിച്ചാൽ പിന്നെ കറാമത്തിൻ്റെ സ്റ്റോറി ചെയ്തല്ല പടി എല്ലാവർക്കും ഇരുന്നിട്ട്. ആൾ ചെയ്താത്ത ഒക്കെ പറഞ്ഞിട്ട് ഉറക്കണ കലിമല്ലി മരിച്ചു, ഇവിടെ 4 മാസമായിട്ട് മുണ്ടാൻ കിടക്കാത്ത മനുഷ്യനായിരിക്കും. ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞുണ്ടാക്കി എഴുതുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അന്ത്യം തീരുമാനിക്കപ്പെടുന്നവരുടെ ജീവിതം എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ്. അത് അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. നമുക്ക് പ്രത്യക്ഷത്തിൽ വിധി പറയാനേ പറ്റൂ. മുഅ്മിനായ മനുഷ്യന് ഏതു തരത്തിലുള്ള മരണമാണെങ്കിലും ഖൈറാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ തല അറുത്തു കൊണ്ടുപോയിട്ടുണ്ട്, അറിയോ? ആരാ യഹ്യാ നബി? അള്ള പേരിട്ട മോനാണ്. യഹ്യാ നബി അലൈഹിസ്സലാം ആരുടെ മോനാ? സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകൻ. ഇവർ ജീവിച്ചത് ജോർഡാനിൻ്റെ ബോർഡറിലാണ്, അരീഹയിൽ, ജെറിക്കോ എന്ന് പറയും. 5000 കൊല്ലം പഴക്കമുള്ള ലോകത്തെ അതിപുരാതന നഗരം ജെറിക്കോ. അത് കഴിഞ്ഞിട്ടാണ് ഫലസ്തീനിലേക്ക് പോവുക നമ്മൾ. ജോർഡാൻ നദി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. അരീഹ എന്ന അറബിയിൽ പറയും ജെറിക്കോ. തല അറുക്കപ്പെട്ടു. ആരുടെ? യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ. സക്കരിയ നബിൻ്റെ മോനാണ്. അള്ളാഹു എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ്
മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിനിരുന്ന റൂമുണ്ട്, മെഹ്റാബ്. ആ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂം എന്ന് അവിടെ അർത്ഥം അല്ല, ഇമാം നിൽക്കുന്ന മെഹ്റാബ് അല്ല. മറിയം ബീവിൻ്റെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ റൂമെന്ന, ഗുർഫത്ത് എന്നതിൻ്റെ അർത്ഥം. ആ റൂമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തപ്പോൾ കിട്ടിയ മോനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹ് പറഞ്ഞു ഫസ്തജബ്നാ ലഹു, സക്കരിയ നബിക്ക് നാം ഉത്തരം കൊടുത്തു, സ്വാലിഹായ ഒരു മോനെ തരാമെന്ന് പറഞ്ഞു. ആ മോനെ നാം പേരിട്ടു യഹ്യാ. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ആ യഹ്യാ എന്ന പേരുള്ള ഒരു കുട്ടി മുമ്പ് ഒരു കുട്ടിക്ക് അങ്ങനെ പേരിട്ടിട്ടില്ല. ആദ്യമായി പേരിട്ടത് ഈ കുട്ടിക്കാണ്, യഹ്യാ എന്ന് അല്ലാഹ് പേരിട്ട് കൊടുത്ത മോൻ. എന്താ അവസാനം? അന്നത്തെ ഡെഫ്യൂഷ്യസ് രാജാവ് തലയെറുത്തു കൊന്നു. ഹെറോഡസ്, ഡെഫ്യൂഷ്യസ് അല്ല, ഡെഫ്യൂഷ്യസ് അസ്ഹാബുൽ കഹ്ഫിന്റെ കാലത്തെ രാജാവാണ്. ഹെറോഡസ് രാജാവ് തലയെറുത്തു. എന്തിനു വേണ്ടിയെന്നറിയോ? ഒരു അഭിസാരിക വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിന് കാഴ്ചവെക്കാൻ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആരുടെ തല? യഹ്യാ നബി അലൈഹി സ്വലാം. വാപ്പ നബിയാണ്, വാപ്പ നബിയാണ്. കസിനാണ് ഈസാ നബി അലൈഹി സ്വലാം, അവര് നബിയാണ്. പ്രവാചകന്മാരുടെ കുടുംബമാണ്. ഹന്നത്ത് ബീവി, മറിയം ബീവി, ഇവരൊക്കെ ബന്ധുക്കളാണ്. യാ അല്ലാഹ്, അതുകൊണ്ട് യഹ്യാ നബിയുടെ സ്ഥാനം കുറഞ്ഞോ? യഹ്യാ നബി അലൈഹിസ്സലാമിനെ തലയെറുത്തു. ആ തല അറുത്തു എന്ന് മാത്രമല്ല, മഹാനവരുടെ കൈകൾ പോലും ഛേദിച്ചിരുന്നു. ആ കൈയിൻ്റെ ഒരു എല്ലിൻ്റെ ഭാഗം തുർക്കി മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്, ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു മരത്തിൻ്റെ ഉള്ളിലേക്ക് അഭയം പ്രാപിച്ചത്. മരങ്ങൾ തുറന്നു കൊടുത്തു, മഹാനവർ ഉള്ളിലേക്ക് കയറി. മരത്തെ മുറിച്ചു സക്കരിയ നബി അലൈഹിസ്സലാമിനടക്കം. മരം കൊണ്ട് ഈർന്നു. മരത്തിനുള്ളിൽ ആരുണ്ടായിരുന്നു? സക്കരിയ നബി അലൈഹിസ്സലാം. വല്ല പ്രയാസമുണ്ടോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങളെ, അറബ് ലോകത്ത് പരിചയമില്ലാത്ത ക്രൂരതയാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്തത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട്. അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം. റസൂലുള്ളാഹിന്റെ പുതിയാപ്പിളയല്ലേ, ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമയല്ലേ. ആ മരണം കൊണ്ട് വല്ല പ്രയാസം ഉണ്ടായോ? ഇല്ല. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് മാത്രമല്ല, നെഞ്ച് പിളർന്നിട്ട് കരൾ പുറത്തെടുത്തിട്ട് ഹിന്ദ് ബിൻ ഉത്ബ റളിയല്ലാഹു അൻഹയാണ് സഹാബിയത്തായി മാറിയവരെ. പക്ഷെ അന്ന് ദേഷ്യം കൊണ്ട് ഹംസ തങ്ങളുടെ കരൾ കടിച്ചു തുപ്പിയില്ലേ? ഹംസ തങ്ങൾക്ക് വല്ല കുഴപ്പം വരുമോ? അതുകൊണ്ട് ഇല്ല. എന്തുകൊണ്ട്? അവർ സ്വാലിഹീങ്ങളായിരുന്നു. സ്വാലിഹീങ്ങളായി കഴിഞ്ഞാൽ അവരുടെ മരണം മുഴുവൻ അവർക്ക് ഖൈറാൻ. അജിബ്തു ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് എനിക്ക് അത്ഭുതമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. ശരിക്കും മനസ്സിലാക്കണം, മുഅ്മിനായ മനുഷ്യന് എന്ത് സംഭവിച്ചാലും ആ ഖളാ അവർക്ക് ഖൈറാൻ. ജോലി കിട്ടിയാലും ഖൈറാ, ജോലി പോയാലും ഖൈറാൻ. വീട് പണി തുടങ്ങിയാലും ഖൈറാ, തുടങ്ങിയിട്ടില്ലെങ്കിലും ഖൈറാ. കടം ഉണ്ടെങ്കിലും ഖൈറാ, കടം ഇല്ലെങ്കിലും ഖൈറാൻ. അള്ളാഹുവിൻ്റെ ഖളാ. കുട്ടികൾ ഉണ്ടാവാൻ, കുട്ടികൾ ഉണ്ടായില്ല, ഖൈറാൻ. കുട്ടികൾ ഉണ്ടായി, ഖൈറാൻ. എന്തും അള്ളാഹു ചെയ്യുന്നത് മുഅ്മിനിന് ഖൈറാൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഖൈറില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആകട്ടെ, ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? അത് നിങ്ങൾക്ക് ഖൈറ. ഇല്ലേ, അത് നിങ്ങൾക്കൊരു അദാബാണ്, പരീക്ഷണമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളെ വീക്ഷിക്കേണ്ടത്. നബി തങ്ങൾ പറയുകയാണ്, അജിബ്തു ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം ഞാൻ അത്ഭുതപ്പെട്ട് പറയട്ടെ. ഇന്നല്ലാഹ ലം യഖ്ദി ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്. അല്ലാഹു എന്തവർക്ക് വിധിച്ചാലും ആ വിധി മുഴുവൻ അവർക്ക് ഖൈറാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. വളരെ പ്രസിദ്ധമായ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം മുഴുവൻ അത്ഭുതമല്ലേ, എല്ലാം അത്ഭുതം, എല്ലാം അവർക്ക് നന്മയാണ്. ഇന്ന സ്വാബതു സറാഉ ശകറ. സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹ്, അതവർക്ക് ഖൈറാണല്ലോ. വഇന്ന സ്വാബതുഹു ളറാഉ സബർ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹ്, അതും അവർക്ക് ഖൈറാണല്ലോ. ഇത് രണ്ടുമല്ലാത്തത് എന്താണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? ഒന്നുകിൽ സന്തോഷമല്ലെങ്കിൽ ദുഃഖം. ദുഃഖമുള്ളപ്പോൾ ക്ഷമിക്കുന്നു, സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇത് രണ്ട് ചെയ്യുമ്പോഴും ഖൈറാൻ. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതം മുഴുവനും ഖൈറാണ്. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ.
അള്ളാഹുവിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വരുന്ന ഖളാഉകളിൽ ഖൈറ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മൾ പെടുത്തി തരട്ടെ. നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ നല്ലൊരു സഹായം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്തുകൾ ഇരുന്നാലോ ഒരു അരമണിക്കൂർ കൂടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എണീറ്റൊന്ന് സ്ഥലക്കൊന്ന് സീറ്റ് അപ്പുറം മാറിയിരുന്നാലേ ഒരു ഉന്മേഷം ഉണ്ടാവും. കസാല കളി കളിക്കാനല്ല പോയി, കസാല വലിക്കരുതേ, സീറ്റൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഇതുവരെ ഇരുന്നിടുന്ന അപ്പുറത്തുനിന്ന് മാറിയിരുന്ന ഒരു ഉന്മേഷം കിട്ടുന്നതാണ്. പെണ്ണുങ്ങൾ ആരും നീക്കിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നുണ്ട്. ഒന്ന് എണീറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളി. പെണ്ണുങ്ങളെ ആണുങ്ങളെ എല്ലാവർക്കും പറ്റും. ഇൻഷാ അല്ലാഹ് ഒരു ഉന്മേഷം കിട്ടിക്കോട്ടെ. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. مضاعفة. إلهي إن قلبي غير صاحي على الحالات من سكر الجناح ظننت الشيب يصلحني فهذا مشي بي أين آثار الصلاح. ഇലാഹി അല്ലാഹുവേ ഇന്ന ഖൽബി ഗൈറു സാഹി, എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ റബ്ബേ, എൻ്റെ ഹൃദയം ഉണർന്നിട്ടില്ല. നമ്മളൊക്കെ ഉറക്കത്തിലാണ്. ഉണർന്ന ആൾക്കാരുണ്ടാവട്ടോ, അധികപൂർവ്വം ആളുകൾ ഉറക്കത്തിലാണ്, കാര്യമറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ലോകത്തിങ്ങനെ മാസ്മരിക ലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. മരണത്തിൻ്റെ ദൂതുമായ അസ്റായീൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരുമെന്ന് എന്ന തോന്നലോ ഒരു പ്രതീക്ഷ പോലും മനസ്സിലില്ലാതെയുള്ളൊരു ജീവിതം. പേടിക്കണ പോലുമില്ല. നമ്മളൊന്നും മരിക്കൂല, നാട്ടുകാർ മാത്രമേ മരിക്കുള്ളൂ, നമ്മളിൽ പെട്ടതല്ല എന്നാ വിചാരം. ഇലാഹി ഇന്ന ഖൽബി ഗൈറു സാഹി, പടച്ചവനെ എൻ്റെ ഹൃദയം ഇപ്പോഴും ഉണർന്നില്ലല്ലോ. അലൽ ഹാലാതി മിൻ സുക്രിൽ ജുനാഹി, അനന്തതയിലേക്ക് കണ്ണു നട്ട് കിടക്കുകയാണ്. ഒരുപാട് നേടണം, ഒരുപാട് ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മനസ്സുകൊണ്ടിങ്ങനെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. മരണം അടുത്തുണ്ട് എന്ന തോന്നലില്ലല്ലോ റബ്ബേ, എനിക്ക് ബോധം വന്നില്ലല്ലോ. ظننت الشيب يصلحني فهذا മശീബി ഐന ആഥാറുസ്സലാഹി. നരബാധിക്കുമ്പോൾ നന്നാകുമെന്നാണ് വിചാരിച്ചത്, നര വന്നാൽ നന്നാകുമെന്നാ വിചാരിച്ചത്. ഫഹാദാ മശീബി, പടച്ചവനെ നരബാധിച്ചിരിക്കുന്നു, പക്ഷേ ഐന ആഥാറുസ്സലാഹി, നന്മയുടെ അടയാളമൊന്നും ഇപ്പോഴും കാണുന്നില്ലല്ലോ. മുഴുവൻ സമയം യൂട്യൂബ് എടുത്തിട്ട് സിനിമയും കണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ. വയസ്സായിട്ടുണ്ട്, 40 കഴിഞ്ഞ് 50 കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കോമഡി കണ്ടിരിക്കല പരിപാടി. അൺലിമിറ്റഡ് ഡാറ്റയാണ് മൊബൈൽ ഫോണിൽ. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കഥ കണ്ട് സിനിമ കണ്ട് കോമഡി കണ്ട് ഇരിക്കുന്ന നേരത്തെങ്ങാനും മലക്കുൽ മൗത്ത് തോണ്ടി വിളിക്കാൻ പോലും നേരല്ല. പോരെ മോനെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ എന്താണ് കയ്യിലുണ്ടാവുക? ഇതും പിടിച്ചിട്ടാകാരം പോവുക. ഒരു മനുഷ്യൻ യുബഅസു അലാ മാ മാത അലൈഹി, നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് പുനർജന്മം നൽകപ്പെടുന്നത്. കള്ളുകുടിച്ച ആളുകൾ കള്ളുകുടിയന്മാരായി മത്ത് പിടിച്ചിട്ടാണ് പരലോകത്തേക്ക് വരികയെന്ന് നബി തങ്ങളുടെ ഹദീസിൻ്റെ അർത്ഥമാണ്. മോശപ്പെട്ടത് കാണുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ
ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെ കൈകളിൽ നിന്ന് ഡിവൈസുകളുടെ പാട്ടും കൂത്താട്ടവും കേട്ടു തുടങ്ങും. നോക്കുമ്പോൾ മരിച്ചു കിടന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്ത പണികളാണത്. എങ്ങനെയാണോ മരണപ്പെട്ടത് അങ്ങനെയാണ് അവർക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. സ്വാലിഹീങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്നോളൂ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തെറ്റ് ചെയ്ത ആളുകളെ, തിന്മയെ സ്നേഹിച്ചവരെ, പിശാചിന്റെ പിന്നാലെ നടന്നവരെ, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ എന്ന്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തിന്മ ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അള്ളാഹു പറയുന്നൊരു ദിവസമുണ്ട്. പടച്ച തമ്പുരാനിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി ഞങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അരിനി ദുനിയാ കമാ റൈതഹാ അസ്സാലിഹീന മിൻ ഇബാദിക്. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ ഈ ലോകത്തെ കാണിച്ചു കൊടുത്ത പോലെ എനിക്ക് നീ കാണിച്ചു തരയണമേ. സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ ദുന്യാവിനെ വീക്ഷിച്ചത്, അവരെത്രയാണോ ദുന്യാവിന് വില കൊടുത്തത്, അത്രേ റബ്ബേ ദുന്യാവിന് വില നൽകാൻ പാടുള്ളൂ. നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വീടുകളാവട്ടെ, നമ്മുടെ മൊബൈൽ ഫോണുകളാവട്ടെ, നമ്മുടെ വാച്ചാവട്ടെ, നമ്മുടെ ചെരുപ്പാവട്ടെ, വസ്ത്രമാവട്ടെ, പാൻസാവട്ടെ, നമ്മൾ ധരിക്കുന്നത് എന്തോ ആകട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഏർപ്പാടുകൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, എന്തായിരുന്നാലും ആഖിറത്തിലേക്ക് നോക്കിയാൽ ഇത് നിസ്സാരമാണ് എന്ന് കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. സ്വാലിഹീങ്ങൾ അങ്ങനെയാ കാണുക.